പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എണീറ്റ് രാവിലെ നമ്മൾ ചേട്ടനൊന്ന് പണിക്കൊന്നും പോകണ്ട, അപ്പോൾ ഇന്നൽപ്പം താമസിച്ച് എണീറ്റ്. പിന്നെ അതോടെ നോക്കിയപ്പോൾ ഇന്നും നല്ല വെയിലും വെറുക്കി, രാവിലെ തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതുപോലെ തേയിലിടാതെ ഇന്ന് ചായ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടുപേരൊന്നുമില്ലേ ഉള്ളപ്പോൾ ചായ ഇട്ടോ. പിള്ളേർ വന്നതുമില്ല. ഇന്ന് വൈകുന്നേരം ചേട്ടൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ പിള്ളേർ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഒരു വല്ലാതെ വീട് തന്നെ ഉറങ്ങിപ്പോയ പോലെ നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട്. അങ്ങനെ പിള്ളേരെന്ന് തന്നെ വിളിച്ചുകൊണ്ട് വരും. പിന്നെ ഇപ്പോൾ സ്കൂൾ അവധിയൊക്കെ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് സ്കൂൾ തുറക്കുമല്ലോ. അപ്പോൾ പിന്നെ നിൽക്കാനൊന്നും പോകില്ല. അപ്പോൾ പിന്നെ അവിടെ നിൽക്കട്ടെന്ന് വിചാരിച്ച് ഇന്ന് വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പിന്നെ എണീറ്റിട്ട് പിന്നെ ചായ കുടിച്ചിട്ട് പിന്നെ ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചു. അപ്പോൾ അത് ചോറ് അരിയിട്ടാൽ പിന്നെ റൈസ് കുക്കറിലങ്ങ് വെക്കാമല്ലോ. പിന്നെ ഇന്നലെ കുറച്ച് ചിക്കൻ ആയിരുന്നു, അതിന് ഞാൻ ഇന്നലെ തന്നെ പൊടികളെല്ലാം ഇട്ട് പുരട്ടി ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വെച്ച് അതിന് പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പിന്നെ അത് രാവിലെ പെട്ടെന്ന് കുറച്ചായതുകൊണ്ട് പിന്നെ കുക്കറിൽ പെട്ടെന്ന് വെക്കൽ നമുക്ക് രണ്ടുപേർക്കും തന്നെയല്ല. അങ്ങനെ പെട്ടെന്ന് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുക്കറിൽ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ടിട്ട് പിന്നെ ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം കൂടി ചതച്ചിട്ടിട്ട് പിന്നെ പൊടികളെല്ലാം വഴറ്റി അതിലിട്ടിട്ട് പിന്നെ ഈ പുരട്ടി വെച്ച ചിക്കനും അതിലിട്ടിട്ടാണ് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് 2 വിസിൽ കേൾപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടി അതിലെടുത്ത് വെച്ച് ചിക്കനെടുത്ത് വെച്ച് അങ്ങനെ പിന്നെ ഇതിൻ്റെ ഇടയിൽ മഴ പെയ്യുമോ എന്ന് വായത്തിനൊന്നും മഴയൊന്നും പെയ്തില്ല. കുറച്ച് നേരം നല്ല വെയിലുണ്ടായിരുന്നെന്ന്. അങ്ങനെ പൊടികളെല്ലാം ഇട്ടിട്ട് ചിക്കൻ വയ്ക്കാമെന്ന് ചിക്കനായിട്ടുള്ള പൊടികളെല്ലാം ഇട്ട് പിന്നെ ഈ ചിക്കനും കൂടെ അതിലിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ച് അടച്ചു വെച്ച് 2 വിസിൽ കേൾപ്പിച്ചപ്പോൾ ചിക്കൻ കറിയായി. പിന്നെ ഞാൻ വെച്ച് കുറച്ച് തിളപ്പിച്ചത്. പിന്നെ ഇന്ന് കാപ്പിക്ക് മാവിരുന്നു. പിന്നെ നമുക്ക് രണ്ടുപേർക്ക് തന്നെയല്ല, അപ്പോഴും പിന്നെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച മാവിരുന്നു. അപ്പോൾ അതിൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിയും കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ചപ്പാത്തിയും കിഴങ്ങ് കറി അത് പിന്നെ കുക്കറിൽ പെട്ടെന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ കിഴങ്ങ് കറി വെച്ച് പിന്നെ ഇന്ന് കറിക്ക് ചിക്കൻ വെച്ചല്ല, പിന്നെ അവിയലും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ ഇടയിൽ പിന്നെ അരി നല്ലതായിട്ട് തിളച്ച് പിന്നെ ഞാൻ അത് അടച്ച് വെച്ച് റൈസ് കുക്കറിലങ്ങ് വെച്ച് പിന്നെ അവിയൽ മലക്കറിയെല്ലാം അരിഞ്ഞ് അടുപ്പിലാക്കി അവിയൽ അത് തിളച്ചപ്പോൾ പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയൊക്കെ ഇട്ട് പിന്നെ അത് അവിയൽ റെഡിയാക്കി എടുത്ത് പിന്നെ അതെല്ലാം ഒതുക്കിയിട്ട് പിന്നെ പാത്രവും കഴുകി അടുക്കളയൊക്കെ ഒന്ന് തൂത്തൊതുക്കിയിട്ട് പിന്നെ ഇന്നലെയും കുറച്ച് വെയിൽ കുറച്ചുകൊണ്ട് അപ്പോൾ കുറേ തുണികളൊക്കെ ഏകദേശം ഉണക്കിയെടുത്തു. പിന്നെ പിള്ളേരെ കുറച്ച് തുണികൾ ഉണങ്ങാറുണ്ട്, അത് ഞാൻ ഇന്നലെ ജനലിലെടുത്തിട്ട് അപ്പോൾ പിന്നെ ആ തുണികളെല്ലാം ഇട്ടിട്ട് പിന്നെ ജനൽ തുറന്നിട്ട് പിന്നെ ആ തുണികളെല്ലാം ഒന്ന് വെയിലത്തുകൊണ്ട് വിരിച്ചിടാം. നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ വെയിലത്തുകൊണ്ട് ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ആ തുണികളെല്ലാം കൂടെ കൊണ്ടുപോയി വെയിലത്ത് വിരിച്ചിടാനായിട്ട് പോയി. അപ്പോൾ ഇന്ന് ചേട്ടൻ ഉള്ളതുകൊണ്ട് അപ്പോൾ 2 ദിവസം കൊണ്ട് മെസ്സേജ് വന്നു, പിള്ളേർക്ക് സ്കൂളിൽ പുസ്തകമൊക്കെ വന്നു അങ്ങനെ പുസ്തകവും യൂണിഫോമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് പോകാമല്ലോ, പിള്ളേരോട് എല്ലാം പെട്ടെന്ന് പോയി വാങ്ങിച്ചിട്ട് വരാം. പെട്ടെന്ന് തയ്ക്കാൻ കൊടുത്താൽ സ്കൂൾ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ കിട്ടുമല്ലോ യൂണിഫോമൊക്കെ തയ്ച്ച്. അങ്ങനെ പിന്നെ തുണികളെല്ലാം വിരിച്ചിട്ട് വന്ന് പിന്നെ ഞാൻ ചേട്ടനും കൂടെ കാപ്പി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് കാപ്പിയും കുടിച്ചിട്ട് നമ്മളിത് സ്കൂളിലോട്ട് പോകാനായിട്ട് ഇറങ്ങിപ്പോയി. ചെന്ന് ടെസ്റ്റെല്ലാം വാങ്ങിച്ച് വീട്ടിൽ വന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.